മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ തിരുവചന ധ്യാനത്തിലേക്കായി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. I welcome and greet you all in Jesus' name for our today's Bible study. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചുവെങ്കിലും ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ നിന്നും ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. Now we are in Gospel of Matthew chapter 5. We read chapter 1 to 12 last week, but only 2 parts we discussed. പ്രധാനമായിട്ട് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നതായ കാര്യമാണ്. Gospel of Matthew chapter 5 verse 6 is historical, is a famous part of the Bible. It says Sermon of the Mount. In this 12th chapter we are going to discuss about the beatitude. ഒരു ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരാളുടെ മനോഭാവം, സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് പുരുഷാരത്തെ കണ്ടിട്ട് മലയിലേക്ക് കയറിപ്പോയി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്ന് തിരുവായി വിഴിഞ്ഞ് അവനോട് ഉപദേശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. When Jesus saw the crowd, he climbed on the mountain and sat. His disciples came and he started to teach them. The main audience was the disciple of Jesus Christ. But others, multitude also heard this. മറ്റ് പുരുഷാരവും ഇത് ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കണ്ടത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ളതാണ്. beatitude, the poor in spirit, ആത്മാവിൽ ദരിദ്രരായവർ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ ഇന്ന് വിവരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ആത്മാവിൽ ദരിദ്രരെന്ന് പറഞ്ഞാൽ പൂവർ ഇൻ സ്പിരിറ്റ്, ദോസ് ഹു നോ ദെയർ നീഡ്സ്, ആവശ്യങ്ങൾ അറിയുന്നവരാണ് ദരിദ്രർ എന്ന് പറയുന്നത്. ലോകപ്രകാരമാണെങ്കിൽ ദരിദ്രരായവരല്ല ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാരാകണമെങ്കിൽ വലിയ സമ്പത്തുണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കണമെന്ന് ലോകം പറയുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ ആത്മീകമായി നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നവരാണ് ഭാഗ്യവാന്മാർ. Blessed are those who know their insufficiency, inadequacy. ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് യേശുവിനെ ആവശ്യമുണ്ട്, എനിക്ക് വിടുതലിന്, ശുദ്ധീകരണത്തിന്, എനിക്ക് സ്വാതന്ത്ര്യത്തിന് യേശുവിനെ ആവശ്യമുണ്ടെന്ന് അറിയുന്നവരാണ് ഭാഗ്യവാന്മാർ. Blessed are those who know I need Jesus. I need Jesus for my cleansing, my deliverance, my healing. ആവശ്യങ്ങൾ അറിയുന്നവർ മാത്രമേ യേശുവിന്റെ അരികിൽ മുട്ടുമടക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം ചിന്തിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നാം അതിനെക്കുറിച്ച് പഠിച്ചതായതുകൊണ്ട് വിവരിക്കുന്നില്ല. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. The last one is those who mourn. Blessed are those who mourn. ദുഃഖിക്കുന്നവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? ഭാഗ്യവാന്മാർ എന്തിനാണ് ദുഃഖിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ഇവിടെ ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ദുഃഖം മരണം വരുത്തുന്നതാണെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ ദുഃഖം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. Worldly view, when worldly people mourn for worldly things, that will bring sorrows, bring death.
the poverty or sorrows are not a blessing according to the world. ദുഃഖം അനുഭവിക്കുന്നത് ഒരു ഭാഗ്യമല്ല. ഇവിടുത്തെ ദുഃഖം എന്ന് പറയുന്നത് എന്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കിയിട്ട്, എന്റെ ജീവിതത്തിലെ പരാജയം ഞാൻ മനസ്സിലാക്കിയിട്ട് ദുഃഖിക്കുകയാണ്. യേശുവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അവിടെ ആയിട്ടില്ലല്ലോ. ലോർഡ്, ഐ നോ യുവർ പർപ്പസ് അബൌട്ട് മീ, ബട്ട് ഐ കുഡിന്റ് റീച്ച് ദാറ്റ് സ്റ്റേജ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം സോറി, ഐ എം മോർണിംഗ്. ഞാൻ ദുഃഖിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമ്മൾക്ക് നഷ്ടമായി പോയ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീയമായ ആ പരാജയം, ഇവയെല്ലാം ഓർത്ത് നമ്മൾ ദുഃഖിക്കുമ്പോൾ നമുക്ക് ദൈവം ആശ്വാസം നൽകും. നമ്മളപ്പോൾ ആ കർത്താവിന്റെ മനസ്സുള്ളവരാകുകയാണ്. പരാജയപ്പെട്ടവരെയും പാപത്തിൽ കഴിയുന്നവരെയും ഒക്കെ കണ്ടിട്ട് യേശു ദുഃഖിക്കുകയും കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. That was our Jesus' attitude also. When he saw the people, those who are leading their life in wickedness and sin, Jesus was weeping for them. He was praying for them. So we are become like Jesus when we mourn for others, when we mourn for our insufficiency, our weakness, നമ്മുടെ തെറ്റുകളെ കണ്ട് നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളവരാകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ബ്ലെസ്സഡ് ആർ ദ മീക്ക്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് സൗമ്യതയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്? സൗമ്യത പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ പറയാറുണ്ട്, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. നമ്മളുടെ കഴിവില്ലായ്മയല്ല നമ്മൾ സൗമ്യത എന്ന് പറയുന്നത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ വരുന്നതല്ല സൗമ്യത. കഴിവുള്ളവരാണ്, എന്നാൽ ആ കഴിവ് പ്രതികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കർത്താവിനെ കുറിച്ച് നമ്മൾ എന്താ കാണുന്നത്? സ്തോത്രം. നമ്മുടെ കർത്താവ് ഗദസമനയിൽ ആയിരുന്നപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ആളുകൾ കടന്നു വന്നു. എന്നാൽ യേശുവിനോടുകൂടി ഉണ്ടായിരുന്ന ശിഷ്യനായിരുന്ന പത്രോസ് ആ അറസ്റ്റ് ചെയ്യാൻ വന്ന ഒരാളെ വെട്ടിയതായി നമ്മൾ കാണുന്നു. അയാളുടെ കാത് അറുത്തു കളഞ്ഞു. എന്നാൽ യേശു പറഞ്ഞത്, പത്രോസെ, വാൾ ഉറയിലിടുക. എനിക്ക് സഹായം വേണമായിരുന്നെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ 12-ലധികം ലഗ്യോനെ എനിക്ക് ദൈവം അയച്ചു തരുമായിരുന്നു. മീൻസ് ലഗ്യോൻ മീൻസ് 6,000. ഇഫ് ഐ ആസ്ക് immediately 72,000 angels, Father will send 72,000 angels to rescue me. എന്നെ സഹായിക്കുവാൻ പിതാവ് 70,000 ദൂതന്മാരെ ഒരു നിമിഷം കൊണ്ട് അയക്കുമായിരുന്നെന്ന യേശു പറഞ്ഞതിന്റെ താല്പര്യം. എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, എന്റെ ശക്തി ഞാൻ ഈ പ്രതികാരം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതിനുള്ളതല്ല എന്നാണ് കർത്താവിടെ ഓർപ്പിച്ചത്. നാം മോശയെ കുറിച്ച് തന്നെ വായിക്കുന്നുണ്ടല്ലോ. സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് മോശയെ കുറിച്ചാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 12 verse 3. What is the words we read that? ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് മോശ അതിസൗമ്യനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. താനൊരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് ദൈവത്തിന്റെ പ്രത്യേകമായ ആ പദ്ധതി അനുസരിച്ചാണ്.
ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഷയമായിരുന്നു അതിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ തന്റെ സഹോദരിയായ മിരിയാമിനോ സഹോദരനായ അഹരോനോ അത് ഇഷ്ടപ്പെട്ടില്ല. They were so upset. So they complained against him. അവനെതിരായിട്ട് അവർ കംപ്ലൈന്റ് ചെയ്തു. പക്ഷേ മോശ അവിടെ ഒന്നും പ്രതികരിച്ചില്ല എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. മോശ പ്രതികരിക്കാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, മോശെ അവര് പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ദൈവം അതിന് ആക്ഷൻ എടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സൗമ്യതയുള്ളവർ അവര് തന്നെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം നീതിയോടെ ഹാൻഡിൽ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ അവർ ഏൽപ്പിക്കുകയാണ്. Those who are meek, they will not revenge. They will hand over everything to the Lord who is judging righteously. എല്ലാം നീതിയോടെ ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ആ സൗമ്യതയുള്ളവര് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് സൗമ്യത രണ്ട് നിലകളിൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, in two ways we can become meek people. The first one is Matthew chapter 11 verse 28 and 29. What we say is, Jesus said, learn from me, take my yoke and learn from me. I am humble and meek. യേശു സൗമ്യതയും താഴ്മയുള്ളവനാണ്. എനിക്കും അതുപോലെ സൗമ്യതയുള്ളവനാകണം, താഴ്മയുള്ളവനാകണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ മനസ്സോടെ സൗമ്യതയുള്ളവരാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. When we choose ourselves, I want to follow Jesus, I want to be a meek person, that's good. എന്നാൽ നമ്മൾ സൗമ്യതയില്ലാത്തവരായി പെരുമാറുകയാണെങ്കിൽ ദൈവം നമ്മെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടും എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചതാണ്. Deuteronomy chapter 8 verse 2 and 3, when we read from that chapter, we can read that God sent that Israelites into wilderness experience. For what? For to humble them and to know what is in their heart. God knows their heart, but God wants to reveal to them what is in their heart. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ഒന്ന് ബോധ്യമാക്കി കൊടുക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. മാത്രമല്ല, അവര് മരുഭൂമിയിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുവാൻ, ദൈവ ശബ്ദം കേട്ട് ജീവിക്കുവാൻ അവരെ ദൈവം ആ വഴിയായി നടത്തുകയായിരുന്നു. God's purpose was to teach them man lives not only by worldly things but the voice from God. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കും. In wilderness experience, God wants to speak to us. Usually in wilderness experience, God speak to us loudly. God will shout to us, come, return. I am humbling you. ഞാനാണ് നിന്നെ താഴ്ത്തുന്നത്, നീ കടന്നുവാ, എന്നിൽ നിന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മോട് സംസാരിക്കും. But just like in Hebrew chapter 3 verse says, not harden your heart. ദൈവ ശബ്ദം നമുക്കുണ്ടാകുമ്പോൾ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നാം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ പിന്നെ ദൈവം നമ്മളോട് ഷൗട്ട് ചെയ്യുകയല്ലായിരിക്കും, നമ്മളോട് വളരെ ശാന്തമായി ദൈവം സംസാരിക്കുകയായിരിക്കും. അത് നമുക്ക് കേൾക്കുവാൻ പ്രയാസമാകും, നമ്മൾക്ക് കേൾക്കുവാൻ കഴിയാതെ വരും. If we harden our heart when shout to us and speak to us loudly through our wilderness experience, next time maybe God may speak to us through whisper. നമ്മളുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. We may fail to realize God's ways, God's voice, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുമ്പോൾ
നാം എന്ത് ചെയ്യണം? when we hear the voice of God, we need to humble ourselves and to surrender our life before the Lord. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്നവരായിരിക്കണം. How can I know am I a humbled person? ഞാനൊരു താഴ്മയുള്ള ആളാണോ എന്ന് എങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്? താഴ്മയുള്ളവർ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായിരിക്കും, എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നവരായിരിക്കും. അവർ മനുഷ്യരുടെ മുമ്പിൽ ലോകപ്രകാരമുള്ള ഭയം വരുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ വിറയ്ക്കും. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഹമ്പിളായിട്ടുള്ള ഒരു വ്യക്തി ആ ദൈവവചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന വ്യക്തിയായിരിക്കും. ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവം നമ്മൾ നമ്മുടെ മനസ്സിനെ താഴ്ത്തുകയാണെങ്കിൽ നമ്മുടെ ദൈവം എന്താ ചെയ്യുന്നത്? താഴ്മയും മനസ്താപവും ഉള്ളവരോട് കൂടെയാണ് അവൻ പാർക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഐസയ ചാപ്റ്റർ 57 വേഴ്സ് 15, യെശയ്യാവ് 57:15 യെശയ്യാവ് 66:2 നമ്മൾ വായിക്കുന്നത്, സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടാക്കുന്ന ആലയം എങ്ങനെയുള്ളതാണ്. ഞാന് അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ കടാക്ഷിക്കും. God is looking people, those who are humbling themselves before the Lord, before the word of God. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരെയാണ് ദൈവം നോക്കുന്നത്. അവരോട് കൂടെ ദൈവം പാർക്കുകയാണ്. അങ്ങനെ മനസ്താപവും മനോവിനയമുള്ളവരായി ദൈവ വചനത്തിന്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്നവരാകുമ്പോൾ ദൈവം നമ്മോടുകൂടെ പാർക്കുവാനിടയാകും. ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. When we humble ourselves, God will reside in our heart, in our life, and we become able to hear the voice of God. ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്തത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. The sixth verse, those who hunger and thirst for righteousness. ദൈവത്തിന്റെ നീതിക്കായിട്ട് വിശപ്പും ദാഹവുമുള്ളവർക്ക് അവര് തൃപ്തരാകുമെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവവചനം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമാണ് നമ്മളുടെ നീതി, അവനാണ് നമ്മളുടെ നീതി. നമ്മൾ ബലഹീനരാണ്. നമ്മളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തിയിട്ട് അവന്റെ നീതി നമുക്ക് നൽകി നമ്മെ നീതിമാന്മാരാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ച് ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. അപ്പോൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചില്ലേ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ഭാഗം പഠിച്ചപ്പോൾ ആ റിയൽ ദുഃഖമെന്ന് പറയുന്നതാണ് മാനസാന്തരം. റിയൽ മോർണിംഗ് മീൻസ് റിപ്പന്റൻസ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം അതായിരുന്നല്ലോ. John the Baptist was preached about that one, repentance. എല്ലാ മലയും കുന്നും താണു വരണം, എല്ലാ താഴ്വരകളും നികന്നു വരണം, ദൈവത്തിനൊരു പെരുവഴി ഉണ്ടാകണം, ദൈവം ഹൃദയത്തിൽ വസിക്കുവാൻ, ദൈവമഹത്വം വെളിപ്പെടുവാൻ അത് കാരണമാകും. We need to the message was prepare our heart through repentance to welcome Jesus in our heart. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ വെൽക്കം ചെയ്യുവാൻ നമ്മൾ സ്വീകരിക്കണമെന്നുള്ളതാണ് മാനസാന്തരത്തിലൂടെ യോഹന്നാൻ പ്രസംഗിച്ചത്. കേവലം സോറി പറയുന്നത് മാത്രമല്ല മാനസാന്തരമെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്നു എങ്കിലും ബൈബിൾ സേസ് even though we are repented, spiritually we are born again,
still we are living in our flesh. നമ്മുടെ ജഡത്തിലാണ് വസിക്കുന്നത്. ഹൃദയം എല്ലാത്തേക്കാളും കപടമുള്ളതാണെന്ന് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. Our heart is deceitful. But God knows our heart. He discerns our heart. So we need to do one thing. We need to cleanse our heart because Jesus is our treasure. ദൈവത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യം ഒരു മുത്ത് അന്വേഷിക്കുവാൻ പുറപ്പെട്ട ഒരു വ്യാപാരിക്ക് തുല്യമാണ്. ഒരു നിധി അവൻ ഒരു വയലിൽ നിധി അവൻ കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, 44-ാം വാക്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു, മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. അപ്പോൾ നമുക്കറിയാം, സ്വർഗരാജ്യം മുത്ത് അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ നിധി കണ്ടിട്ട്, വയലിൽ നിധി കണ്ട് ആ ഒരു മനുഷ്യനോട് സദൃശമായിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് നമ്മളുടെ കർത്താവ് ദൈവസഭയാകുന്ന ആ നിധിയെ വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവ് തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തായിരുന്നു കർത്താവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? അത് ഒരു സന്തതി അവനെ സേവിക്കും എന്നുള്ളതായിരുന്നു. The joy Jesus saw before his was the church or believers, children of God, or you and me, ഞാനും നിങ്ങളുമായിരുന്നു ആ ദൈവത്തിന്റെ സന്തോഷം, ആ ദൈവത്തിന്റെ നിധി. അത് പ്രാപിക്കുവാൻ, അത് നേടുവാൻ യേശു തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് വന്നു എന്ന് നാം ദൈവവചനത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്കും ആ ഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു നിക്ഷേപം കിട്ടി, നമ്മൾക്കൊരു വലിയ മുത്ത് കിട്ടി. എന്താണത്? ദൈവത്തിന്റെ വിലയേറിയ കല്ലായ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. We got a precious treasure in our heart. That is the glory, Jesus, the glory of God residing in us. But as I mentioned earlier, our heart is deceitful. നമ്മുടെ ഹൃദയം വഞ്ചനയുള്ളതാണ്. Lot of things, fleshly things, lust of the flesh, pride, selfishness, self-righteousness, all these stuffs are covering that treasures. ആ മുത്തിനെ, ആ നിക്ഷേപത്തെ മറച്ചു വെക്കുന്ന പല പാപ സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭൂമിയിൽ മണ്ണിനകത്ത് കിടക്കുന്ന മുത്ത്, ആ നിധി എടുക്കുവാൻ മണ്ണ് നീക്കണമെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നിക്ഷേപമാകുന്ന ആ കർത്താവിനെ മഹത്വത്തോടെ നമുക്ക് അനുഭവിക്കുവാൻ, അത് വെളിയിൽ വരുവാൻ നമ്മുടെ ജീവിതത്തിലും ഒരു ക്ലൻസിങ് ആവശ്യമുണ്ട്. Just like that jewels from the earth need to remove all the dirt to get it precious. We also need to cleanse our heart, remove all our dirty things, lust of the flesh or selfishness, jealousy, all these sinful things. We need to remove it, and then only we can receive that blessing. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. അത് നമ്മളുടെ ഒരു വാഗ്ദത്തമാണ്. ആ മഹത്വത്തിന്റെ നമ്മിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു എന്നാണ് നാം ദൈവത്തിൽ വായിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാഗ്ദത്തമുണ്ട്. We have a promise. God's glory will
റിവീൽ ഇൻ us. ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടും. അതിനുവേണ്ടി നാം എന്ത് ഉള്ളവരായിരിക്കണം? വി നീഡ് എ hunger and thirst for to receive that righteousness. Our righteousness is Jesus Christ. Whatever hindering it, we need to sell everything. We need to cast everything out. നമ്മെ അതിന് തടസ്സപ്പെടുത്തുന്ന എല്ലാത്തെയും നാം നീക്കിക്കളഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് ദൈവവചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സദൃശവാക്യത്തിൽ 16-ാം അധ്യായത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതറിയാമായിരിക്കും. ഈ സന്ദർഭത്തിൽ ഞാനൊരു ആത്മീയ രീതിയിൽ അത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യങ്ങൾ, Proverbs chapter 16 verse 26 എന്താണ് നമ്മൾ വായിക്കുന്നത്? പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു, അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. അതുപോലെ പണിക്കാരന്റെ വിശപ്പ് അവനെ പണി ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ആ ദൈവമഹത്വം വെളിപ്പെട്ട് കിട്ടണം. എനിക്ക് ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ പ്രകാശിക്കുന്നത് കാണണം. എനിക്ക് ആ മഹത്വം ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഒരു വിശപ്പ് പോലെ, ഒരു ദാഹം പോലെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. നാം ദൈവത്തിൽ വായിക്കുന്നു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. നമ്മൾക്കതിന് കഴിവില്ലാത്തവരാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈവൻ ദോ വി ആർ വീക്ക്, ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് us to receive that blessing എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അടുത്തതായി നമ്മൾ ഇവിടെ കാണുന്നത് ബ്ലെസ്സഡ് ആർ ദ മേഴ്സിഫുൾ. അത് നമ്മൾ കാണുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് മേഴ്സി? എന്താണ് ഈ കരുണയെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. മേഴ്സി ഈസ് അൺഡിസേർവ്ഡ് റിലീഫ്, ഹെൽപ്പ്. നമ്മൾക്ക് അർഹതയില്ലാത്ത ഒരു ഡെലിവറൻസ്, ഒരു സഹായം കിട്ടുന്നതാണ് സാധാരണഗതിയിൽ മേഴ്സി എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾക്ക് അർഹതയുള്ളതല്ല. വി ഡിസേർവ്ഡ് ഓൺലി പണിഷ്മെന്റ്, ബട്ട് ഗോഡ് ഗീവ് us ഇൻസ്റ്റെഡ് ഓഫ് പണിഷ്മെന്റ് എറ്റേണൽ ലൈഫ്. നമുക്ക് അർഹതയില്ലാത്തത് ദൈവം നമുക്ക് നൽകി തന്നു. ഈവൻ ദോ വി ആർ നോട്ട് ഡിസേർവ്ഡ് ഫോർ എറ്റേണൽ ലൈഫ്, ഗോഡ് ഗീവ് us. ദൈവം നമ്മോട് കരുണ കാണിച്ചു. ദൈവം നമ്മോട് കരുണ കാണിച്ചതിന് ഒത്തവണ്ണം നാം മറ്റുള്ളവരോടും കരുണയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 11:25 നമ്മൾ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവം നമ്മളോട് കരുണ കാണിക്കുവാൻ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാവുന്ന വാക്യമെങ്കിലും ഞാൻ ചില വാക്യങ്ങൾ മാത്രം പറയുകയാണ്. 25 മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 25. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം കരുണയുള്ളവരായിരിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ കരുണ പ്രാപിച്ചതിനെ കുറിച്ച് നല്ലോണം ഓർമ്മയുള്ളവരായിരിക്കണം. If you want to show mercy to others, we need to realize what kind of mercy I received from God. ദൈവം എന്നോട് എങ്ങനെയാണ് കരുണ കാണിച്ചത്? മാത്യു ചാപ്റ്റർ 18 നമുക്കൊരു കാര്യം വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യൻ, ഒരു മാസ്റ്റർ അവന്റെ ജോലിക്കാരെ എല്ലാം വിളിച്ച് അവൻ കണക്ക് ചോദിച്ചു. 10,000 താലന്ത് ഒരു മനുഷ്യൻ കടപ്പെട്ടതായിരുന്നു. അക്കൗണ്ട് ചോദിച്ചപ്പോൾ അവന് 10,000 താലന്ത് കൊടുക്കാനുണ്ട്, പക്ഷെ അവന് വകയില്ല. അവനോട് കൊടുക്കാനായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവനെയും അവന്റെ ഫാമിലിയെ എല്ലാം, അവന്റെ വൈഫിനെയും മക്കളെയൊക്കെ വിറ്റിട്ട് കടം വീട്ടാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. Sell your everything and pay off that debt. Then this man he begged, he prayed
forgive me, I will give you back. So master was so merciful to him, he forgave. യജമാനൻ അവനോട് ക്ഷമിച്ചു. ബട്ട് അവൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് വേറൊരാളെ കണ്ടു. അവന് 100 വെള്ളിക്കാശ് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. only 100 സിൽവർ കോയിൻ. അവനോട് പറഞ്ഞു, എന്റെ പൈസ താ, ആ യജമാനെ ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവനെ അവൻ ഉപദ്രവിക്കുന്നു, അവൻ പ്രിസണിൽ അടയ്ക്കുന്നു. ഇത് കേട്ടപ്പോൾ അവന്റെ യജമാനന് അവനോട് കോപമായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? എനിക്ക് എന്റെ യജമാനൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിയെന്നുള്ള ആ ജോയ്, ആ സന്തോഷം അവന് അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനോട് കടപ്പെട്ടവരോട് അവനും ക്ഷമിക്കുമായിരുന്നു. നമ്മുടെ ദൈവം നമ്മോട് എന്തു വലിയ കാര്യമാണ് ചെയ്തത് എന്ന് നാം ഓർക്കണം. നമ്മൾ അറിവില്ലായ്മയിൽ പലപ്പോഴും കപടഭക്തരായി, പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമല്ലാത്തതൊക്കെ ചെയ്ത് നാം ജീവിച്ചവരാണ്. എന്നാൽ ദൈവം അതൊന്നും ഓർക്കാതെ നമ്മളോട് ക്ഷമിച്ച് നമ്മെ മടക്കി വരുത്തി ദൈവത്തിന്റെ ആ കൃപകൾ നമ്മുടെ മേൽ തന്നത് ഓർക്കുമ്പോൾ നിശ്ചയമായും അത് ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കി നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം എന്ന് നാം ദൈവത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഗവൺമെന്റ് ഇങ്ങനെയാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇപ്രകാരം സെൽഫിഷാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ അവര് ചിന്തിക്കുന്നതേയില്ല. ഈവൻ ദോ in their life lot of mistakes are there, they are ignorant about it and they are blaming government, rich people, other believers. They are like that, they are like this, they are angry against them. But if you are know the grace of God you received from God, you will pray for that people. Lord, these people need your grace. Have mercy on them. Forgive them. You will pray for them. അവർക്കു വേണ്ടി കോപിക്കുകയല്ല, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് കൃപ വേണമെങ്കിൽ നാം കൃപാസനത്തോട് അടുത്തിയെന്നാൽ മതി. ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകുവാൻ ശക്തനായ ദൈവമാണ്. ഞാൻ മുമ്പോട്ട് വേഗം പോകട്ടെ. അടുത്ത നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, the pure in heart to see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്തോത്രം. അപ്പൊ നമ്മളിവിടെ പഠിച്ചു വന്ന് നിങ്ങൾ ഓർക്കണം, ആത്മാവിൽ ദരിദ്രരായി, we realized our condition, we know that we are insufficient, we need God. So we realized our need, our insufficiency, and we mourned, we repented, Lord cleanse us, forgive us, and we prayed to the Lord and he cleansed us and we got that mercy from God. Then we become hungry and thirsty for people for the righteousness of God. Then the next thing is God cleansed our heart and now we can see God. നമ്മൾ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി, നമ്മൾ കുറവുള്ളവരാണെന്ന് സമ്മതിച്ചു. ദൈവമേ, എനിക്ക് ശുദ്ധീകരണം ആവശ്യമാണ്, എനിക്ക് വിടുതൽ ആവശ്യമാണ്, എന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിൽ നമ്മൾ ഹോണസ്റ്റായി സത്യസന്ധമായി ദൈവത്തോട് അടുത്തിയെന്നു. നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. മാനസാന്തരം വന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം നൽകി, നമുക്ക് കരുണ ലഭിച്ചു. ആ ദൈവത്തിനു വേണ്ടി വാഞ്ചയുള്ളവരായി, ദാഹമുള്ളവരായി നാം തീർന്നു. അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അടുത്ത നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. We can see God. Who will see God? Blessed the pure in heart see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമുക്ക് കാണണം. ദൈവത്തെ കാണുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരിക്കണം. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
നമ്മുടെ തന്നെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് നാം വിചാരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി. If you think my existence is only for my joy, my pleasure, then we are wrong. Our existence is for the pleasure of God. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ആ ദൈവത്തെ നമ്മൾ വാസ്തവമായി പ്രസാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽക്കുന്ന സന്തോഷമുണ്ടാകുന്നത്. എന്റെ കേവലം സന്തോഷത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ദൈവത്തിന് എന്റെ ജീവിതത്തിലൂടെ സന്തോഷം വരണം. ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ യേശു എന്താ ചെയ്തത്? യേശു പറഞ്ഞത്, ഞാൻ എപ്പോഴും എന്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. John chapter 8 verse 29, I believe, he said, I am always looking to please my Father, so he never leave me alone. Even in difficult situation, when people treated me cruelly, still I was looking to please my Father. എന്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹമെന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ കൂടെ കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലേ, I already mentioned about it. Our desire must be let the attitude of Christ be in us. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. I already mentioned let the mind of Christ be in us. നമ്മിലും അതേ ഭാവം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എപ്പോഴും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അങ്ങനെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ കഴിയും. We can see God, the face of God. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. Psalms 27, what David said, 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കൽ നിന്ന് കൽപ്പനയുണ്ടായി. Lord, I heard your command, seek my face. I am seeking your face. ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അവന്റെ ശബ്ദം നാം കേട്ടാൽ അവൻ ഭൂമിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. In John chapter 14, one disciple, Philip, asked to God, Jesus, show us the Father, that will satisfy us. യേശുവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന അത് ഞങ്ങൾക്ക് മതി. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? ഫിലിപ്പോസേ, ഞാൻ ഇത്ര നാൾ നിന്നോടുകൂടെ ഇരുന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? Philip, I was with you all these days. You didn't recognize me? If you see me, you saw Father. എന്നെ കണ്ടാൽ നീ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്റെ ടീച്ചിങ് എന്റേതല്ല, എന്റെ പ്രവൃത്തികൾ എന്റേതല്ല. If you hear my teaching is not from myself. What I hear from God, from my Father, I am teaching you. My activities, my actions, my work, that's not my work. I am always working on the basis of God's work. പിതാവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ വചനം നീ കേൾക്കുന്നെങ്കിൽ, എന്റെ പ്രവൃത്തി നീ കാണുന്നെങ്കിൽ, എന്റെ ലക്ഷ്യം, all my teachings and actions, this is my goal, my purpose. I want to reveal Father. എനിക്ക് പിതാവിനെ വെളിപ്പെടുത്തണം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, വചനം നാം കാണുമ്പോൾ, കർത്താവായ യേശു പ്രവർത്തിച്ച ഓരോ പ്രവൃത്തികളും നാം കാണുമ്പോൾ ആ പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. പിതാവ് എത്രമാത്രം ശക്തനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ.
വെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റുന്നവൻ, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അവനാണ് ദൈവമെന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ആ കർത്താവിലൂടെ പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയും എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആഗ്രഹം എന്താണ്? സ്തോത്രം. നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളാണോ, അതോ യേശുവിനെ നമുക്ക് കാണണം എന്നുള്ളതാണോ? യേശുവിനെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ യേശുവിനോട് കൂടിയാണ് യാത്ര ചെയ്തത്. പക്ഷെ യേശുവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവര് പറയുന്നുണ്ട്, when he was talking to us, our heart was burning like fire. നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നുവോ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. യേശുവിന്റെ ശബ്ദം നമ്മൾ കേട്ടാൽ, ദൈവവചനം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ വ്യത്യാസ സ്വാധീനമുണ്ടാകും. When we see God, when we see Jesus, when we hear his voice, that will make a big impact in our heart, in our life. It will influence our total life. നമ്മുടെ ജീവിതത്തെ അത് പൂർണ്ണമായിട്ട് അത് ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അടുത്ത നമ്മൾ വായിക്കുന്നുണ്ട്, പീസ് മേക്കേഴ്സ്, ബ്ലസ്സഡ് ആർ പീസ് മേക്കേഴ്സ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. Blessed are those who make the peacemakers, they will call the sons of God. ഇവിടെ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു ജെൻഡർ അടിസ്ഥാനത്തിലല്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ ടീം. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. What that means, it's not says those who are keeping peace, they will call the children of God. No. Who can keep peace? If there is peace, we can try to keep that peace. But who is peacemakers? സമാധാനം ഉണ്ടാക്കുന്നവരാരാണ്? സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം വരുത്തുവാൻ പ്രവർത്തിക്കുന്നവരാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനം ഉണ്ടാക്കുന്നവരാണ് അവര്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ആ യേശു സമാധാനം ഇല്ലാത്തയിടത്ത് ദൈവവും മനുഷ്യനുമായി സമാധാനമില്ലായിരുന്നു, ശത്രുക്കളായിരുന്നു. There was no peace between man and God. But Jesus came through his cross. He made peace between man and God. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ സമാധാനിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചു. അതുപോലെ നാം കർത്താവിനു വേണ്ടി ആ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ നകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് സുവിശേഷത്താൽ നിരപ്പിച്ച് സമാധാനമുള്ളവരായിരിക്കാൻ നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. അവനെ പരിഹസിച്ചിട്ടും നിന്ദിച്ചിട്ടും അവനെ തകർത്തിട്ടും ഒന്നും അവൻ പ്രതികരിക്കാതെ കർത്താവായ യേശു അതെല്ലാം സഹിച്ച് സമാധാനം ഉണ്ടാക്കുന്നവനായിരുന്നു. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ us. യേശുവിനെ പോലെ നാമും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാൻ, തമ്മിൽ ഉണ്ടാക്കുന്നവരായിരിക്കാൻ, ദൈവത്തോടും മനുഷ്യരോടും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ക്രിസ്തുയേശുവിലുള്ള ഭാവമാണല്ലോ നമുക്കുണ്ടായിരിക്കേണ്ടത്. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബ്ലസ്സഡ് ആർ ദോസ് ഹു പെർസിക്യൂട്ടഡ്. ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. Blessed are those who persecuted for the name God's sake.
ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നത്? Why people persecuting children of God? Because we are keeping a standard different than them. Because we are keeping the standard of heaven. സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ലോകത്തിന് നമ്മെ വെറുപ്പാണ്. നമ്മൾ വിശുദ്ധരായി ജീവിക്കുന്നു. നമ്മൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോട് അംഗീകരിക്കുന്നില്ല. അബോർഷൻ ശരിയല്ല, ഹോമോസെക്സ്വാലിറ്റി ശരിയല്ല, സെയിം സെക്സ് മാരേജ് ശരിയല്ല, മദ്യപാനം ശരിയല്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ വരുത്തുന്നത്. അത് ലോകത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മെ ഉപദ്രവിക്കുന്നത്. ആ ഉപദ്രവത്തിന് എന്തെല്ലാം ടാക്ടിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്? വാട്ട് കൈൻഡ്സ് ഓഫ് മെത്തേഡ് ദേ ആർ യൂസിങ്? പഴിക്കുക, ഉപദ്രവിക്കുക, എല്ലാ തിന്മയും കളവായി പറയുക. They gossip against us. They accuse us. അവർ നമ്മെ കുറിച്ച് പഴിക്കും, ദൂഷിക്കും. ചിലപ്പോൾ അവർ പറയും നമ്മുടെ ജീവിതത്തിലെ ഉള്ള കുറവുകൾ തന്നെ ആയിരിക്കും. നമ്മളത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചെന്നുള്ള കാര്യം അവരും ഓർക്കുന്നില്ല. അവരത് ഓർക്കും നമ്മുടെ കുറവുകൾ. എന്നാൽ ദൈവം നമ്മുടെ കുറവുകൾ ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ മേൽ എങ്ങനെയാ ജയമെടുക്കേണ്ടത്? നമ്മൾ എങ്ങനെയും സഹിക്കാം. പഴിയും ദുഷിക്കും എല്ലാം സഹിക്കാമെന്ന് പറയുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് സന്തോഷിച്ച് തുള്ളുന്നവരായിരിക്കണമെന്ന ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ നാം സന്തോഷിച്ചു തുള്ളുകയാണെങ്കിൽ യഹോവയുടെ സന്തോഷം നമ്മുടെ ബലമാണ്. നമ്മെ ഉപദ്രവിച്ച് നമ്മെ കൊല്ലുവാനോ നശിപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പിശാച് മറ്റൊരു കാര്യം ചെയ്യും. നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മെ ഉപദ്രവിക്കും. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തുന്ന എന്തിനാ? നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാൻ. സന്തോഷം ഇല്ലാതാക്കുവാൻ കാരണം അവർക്കറിയാം യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലമെന്ന്. നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കിയാൽ നമ്മൾ ബലഹീനരാകുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് അവൻ വിവിധ നിലകളിൽ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതിന് നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. നാം ദൈവരാജ്യത്തിലുള്ളവരാണ്. നമ്മളിൽ ദൈവരാജ്യമുണ്ട്. ഈ സ്വഭാവങ്ങൾ 8 പ്രത്യേകതകൾ, ബി ആറ്റിറ്റ്യൂഡ് നമ്മുടെ അനുഭവമാകണം. അപ്പോഴാണ് നാം ദൈവരാജ്യത്തിന്റെ അനുഭവം വെളിപ്പെടുന്നവരായി തീരുവാനിടയാകുന്നത്. പിശാചിന് ജയിക്കുവാൻ നാം അനുവദിക്കരുത്. സന്തോഷിച്ച് തുള്ളുന്നവരായിരിക്കാൻ, ബലപ്പെടുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ തുറന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്നും വചനവുമായി നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്കിടയായല്ലോ. കർത്താവ്, ഇത് നിന്റെ വചനമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ വചനം പറയുവാൻ എന്നെയും അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.